അഭാവം, സാമ്പത്തിക പ്രതിസന്ധി, വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ എന്നിവ കാരണം യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നിന്ന് ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണെന്ന് ഒരു മുതിർന്ന ഫ്രാൻസിസ് വൈദികൻ വെളിപ്പെടുത്തി. ഈ മേഖലയുടെ ഭാവിക്ക് ഇത് വലിയ ഭീഷണിയാണ്. പ്രദേശവാസികളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ച ഈ സാഹചര്യം വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫൾട്ടാസ് ക്രിസ്ത്യാനികളില്ലാത്ത ബത്ലഹേമിനെ നിങ്ങൾക്ക് കാണണോ എന്ന ചോദ്യത്തിലൂടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 2023 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ബത്ലഹേം പൂർണ്ണമായും അടച്ചിട്ട ഒരു ജയിലായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദേശ സഞ്ചാരത്തെയും തീർത്ഥാടകരെയും മാത്രം ആശ്രയിച്ച് ജീവിച്ച ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ 22 മാസമായിട്ട് വരുമാനമൊന്നുമില്ല. ഈ അവസ്ഥയിൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ മറ്റ് വഴികൾ തേടാൻ നിർബന്ധിതരാകുകയാണെന്നും പറയുന്നു. വിനോദസഞ്ചാര മേഖലയിലെ തകർച്ചയാണ് ബത്ലഹേമിൽ നിന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ പലായനത്തിന് പ്രധാന കാരണം. ബത്ലഹേമിലെ 90% ക്രിസ്ത്യാനികളും വിദേശ സഞ്ചാര മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഹോട്ടലുകളും കടകളും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നതിനാൽ തൊഴിൽ നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും അവർക്ക് രൂക്ഷമായി ബാധിച്ചു. കൂടാതെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പാലസ്തീനികൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാതെയായി. ഈ കാരണത്താൽ 175 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ഇതിനോടകം ബത്ലഹേം വിട്ടുപോയതായി ഫാദർ ഇബ്രാഹിം ഫാൾട്ടാസ് വെളിപ്പെടുത്തിയത്. ഈ പലായനം തുടർന്നാൽ യേശുവിന്റെ ജനന സ്ഥലത്തോ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യാത്രാ നിയന്ത്രണങ്ങൾ ബത്ലഹേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ ജീവിതം ദുസ്സഹമാക്കി. സൈന്യത്തിന്റെ കർശന നിയന്ത്രണങ്ങളും ചെക്ക് പോസ്റ്റുകളും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ പ്രദേശങ്ങളെ തുറസായ ഒരു ജയിലുകൾ പോലെയാക്കി. ജെറുസലേമിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയും കാര്യമായ മാറ്റമൊന്നുമില്ല. അവർക്കും തൊഴിൽ നഷ്ടം നേരിടേണ്ടി വന്നു. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നാണ് ഫാദർ ഇബ്രാഹിം ഫാൾട്ടാസ് അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ക്രിസ്ത്യാനികളുടെ കൂട്ടപ്പലായനം തടയാൻ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ ലോകം ഒന്നടങ്കം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനന സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നത് ചരിത്രപരമായും സാംസ്കാരികപരമായും വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കാണാൻ എത്രയും വേഗം ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ വിശുദ്ധ നാട് ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ചരിത്ര സ്മാരകമായി തന്നെ മാറിയേക്കാം.